മലപ്പുറം കാളികാവിലെ നരഭോജ് കടുവയെ പിടികൂടാനുള്ള ദൗത്യം ഇന്നും തുടരും. 50 പേരടങ്ങുന്ന സംഘം 3 ടീമുകളായി തിരിഞ്ഞാണ് തിരച്ചിൽ. കടുവയെ പിടികൂടാൻ നിലവിൽ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്നലെ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യങ്ങൾ നോക്കിയാകും RRT സംഘത്തിന്റെ ഇന്നത്തെ നീക്കം. വിശദാംശങ്ങളുമായി കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിൽ 50 പേരടങ്ങുന്ന സംഘം 3 ടീമുകളായി തിരിഞ്ഞാണ് ഈ ഒരു കടുവയ്ക്കായി തെരച്ചിൽ നടത്തുന്നത്. കൂടെ കുങ്കിയാനകളും എത്തിയിട്ടുണ്ട്. ഈ നടപടിക്രമങ്ങളെല്ലാം തുടങ്ങിയോ? ഐശ്വര്യ, നടപടിക്രമങ്ങൾ അതിൻ്റെ കൃത്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഈ RRT സംഘം പരിശോധന നടത്തുന്നു എന്നാണ് ഫോറസ്റ്റ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ മറ്റ് പരിശോധന, മറ്റ് നിരീക്ഷണങ്ങളും എല്ലാം തന്നെ നടക്കുന്നുണ്ട്. ഇന്നലെ ഇന്നലെ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറ എന്നുള്ള ദൃശ്യങ്ങൾ അല്പസമയത്തിനകം തന്നെ പരിശോധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും കുങ്കിയാന 2 കുങ്കിയാനകൾ ഇവിടേക്ക് എത്തിക്കുമെന്നാണ്. അതിൽ കുഞ്ചു ഇന്നലെ തന്നെ എത്തിയിരുന്നു. കുഞ്ചുവിനെ കുളിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം ഉച്ചയോടുകൂടി തന്നെ പ്രമുഖ കൂടി എത്തും. അതോടുകൂടി തന്നെ കുങ്കിയാനകളെ ഉപയോഗിച്ചുള്ള ഒരു നിരീക്ഷണവും മറ്റ് നടപടികളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് ഫോറസ്റ്റ് വനംവകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ നേരത്തെ സ്ഥാപിച്ചിട്ടുള്ള CCTVയിൽ നിന്നുള്ള ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ്. കാരണം എങ്കിൽ മാത്രമാണ് കടുവയുടെ സാന്നിധ്യം അറിയാൻ കഴിയുകയുള്ളൂ. സ്വാഭാവികമായും അങ്ങനെ ഒരു നീക്കം ഉണ്ടാവുകയാണെങ്കിൽ എവിടെയാണ് ഉള്ളതെന്ന് കേന്ദ്രീകരിച്ച് ഇപ്പോൾ വ്യാപകമായ ഒരു പരിശോധനയും തിരച്ചിലുമൊക്കെ തന്നെയാണ് നടന്ന് മുന്നോട്ട് പോകുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിൽ, അതായത് ഒരു പ്രദേശം കേന്ദ്രീകരിച്ച ഒരു തിരച്ചിൽ എന്ന നിലയിലേക്ക് എത്തണമെങ്കിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ദൃശ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ കടുവയുമായി സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള പ്രദേശത്തിൻ്റെ കൃത്യമായ ദൃശ്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ DFO ഒപ്പം തന്നെ ഡോക്ടർ അരുൺ സഖറിയും ഇപ്പോൾ ഇവിടേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം ഒരുപക്ഷെ അവർ മാധ്യമങ്ങളെ കണ്ടേക്കും. ഇതുവരെ ലഭിച്ച കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം അവരുടെ ഭാഗത്തുണ്ടാകും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും എത്രയും പെട്ടെന്ന് ഈ നരഭോജി കടുവയെ പിടികൂടി ഇവിടെ നാട്ടുകാരുടെ ആശങ്ക ഒഴിവാക്കി കിട്ടുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. കാരണം നേരത്തെ തന്നെ പലതവണ ഈ കടുവയുടെ സാന്നിധ്യം സംബന്ധിച്ച നാട്ടുകാർ പരാതികൾ ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചിരുന്നതാണ്. പ്രത്യേകിച്ച് ആടുകളെ പിടിച്ചുകൊണ്ട് പോകുന്നു. അതോടൊപ്പം തന്നെ പ്രധാനമായും തുടക്കത്തിലുണ്ടായിരുന്ന നിരവധി പന്നികളും മറ്റു മൃഗങ്ങളും ഒക്കെ തന്നെ ഈ പ്രദേശത്തേക്ക് ഇറങ്ങിയിരുന്നു. ഒരു സമയം കഴിയുമ്പോഴേക്കും അതെല്ലാം തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീടാണ് വളർത്തു നായ്ക്കളെയും ഒപ്പം തന്നെ ആടുകളെയൊക്കെ തന്നെ കാണാതെ പോകുന്നത്. അങ്ങനെ നിരവധിയായ കാര്യങ്ങളുണ്ട്. സ്വാഭാവികമായും അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു പരിശോധനയും മറ്റും കാര്യങ്ങളുമാണ് ഇനി മുന്നോട്ട് പോകേണ്ടത്. ഏതായാലും ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, നേരത്തെ സൂചിപ്പിച്ച പോലെ 50 അംഗ RRT സംഘം ഇപ്പോൾ 3 മേഖലകളായി തിരിഞ്ഞ് കൃത്യമായ ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും അടുത്ത നടപടികളിലേക്ക് കടക്കുക. പ്രശാന്ത്, അതുപോലെ തന്നെ ഈ ഒരു ഗഫൂറിന്റെ കുടുംബത്തിന് ധനസഹായം നൽകാമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു. അതിന്റെ ആദ്യഘട്ടം ഇന്ന് നൽകും എന്നാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ ഗഫൂറിന്റെ കുടുംബാംഗങ്ങളും നാട്ടുകാരും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ പ്രദേശത്താകെ തന്നെ ഉയർത്തിരുന്നു. പ്രത്യേകിച്ച് ഇത്രയധികം ജനവാസ മേഖലയായ ഈ സ്ഥലത്തേക്ക് എങ്ങനെ കടുവ എത്തി, ഒപ്പം തന്നെ ഒരു തരത്തിലുള്ള സംരക്ഷണവും വനംവകുപ്പിന്റെ ഭാഗത്തുണ്ടാകുന്നില്ല എന്നുള്ളതായിരുന്നു ആക്ഷേപം. ആ ഒരു സാഹചര്യത്തിലാണ് അത്തരത്തിൽ പ്രതിഷേധം വന്നത്. പിന്നീട് കുടുംബത്തിലെ ഒരാൾക്ക് താൽക്കാലിക ജോലിയും ഒപ്പം തന്നെ സാമ്പത്തിക സഹായവും നൽകാം എന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്കാരം അടക്കമുള്ള ചടങ്ങുകളിലേക്ക് കടന്നത്. സ്വാഭാവികമായും ഇന്ന് അത് സംബന്ധിച്ച് ആദ്യ ഗഡു ഇന്ന് കൈമാറുമെന്ന് തന്നെയാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഏതായാലും സർക്കാരിന്റെ ഉറപ്പ്, വനംവകുപ്പിന്റെ ഉറപ്പ് വിശ്വസിച്ച് തന്നെയാണ് നാട്ടുകാർ ഇപ്പോൾ ഇത്തരത്തിൽ പോകുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, ഈ മേഖലയിലാകെ തന്നെ ഇത്തരത്തിൽ വന്യജീവി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കാൻ എന്ത് നടപടി സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. സർക്കാർ ഇപ്പോഴും ഈ പറയുന്ന പോലെ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആരോപണം ഉന്നയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നടപടി മാത്രമാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. അതിനപ്പുറത്ത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതൊക്കെ തരത്തിലുള്ള നടപടി എടുക്കാൻ കഴിയുന്നുണ്ട് എന്നുകൂടി വിലയിരുത്തേണ്ടി വരും. അല്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധങ്ങളോ മറ്റു നടപടികളോ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്.